നമസ്കാരം, എല്ലാവർക്കും മാർക്കറ്റിംഗിന്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ അറിയാം. പെട്ടെന്ന് ക്ലാസ്സിലോട്ട് പോവാം. PLC പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. ഇൻട്രൊഡക്ഷനിൽ തുടങ്ങി ഡിക്ലൈനിൽ അവസാനിക്കുന്ന 4 സ്റ്റേജസുകൾ: ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മച്യൂരിറ്റി ആൻഡ് ദ ഡിക്ലൈൻ. 4 സ്റ്റേജസിലൂടെ കടന്നുപോയി ഒരു പ്രോഡക്റ്റ് അതിന്റെ ലൈഫ് അവസാനിപ്പിക്കുകയാണ്. ഓരോ സ്റ്റേജസിലും എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു മാർക്കറ്റർ എന്ന രീതിയിൽ ഓരോ സ്റ്റേജസിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് അഥവാ PLCM നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അഥവാ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് എന്താണ് അറിയാനുള്ളത്? പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് അഥവാ PLCM refers to the handling of a goods as it moves through the typical stages of its product life, that is development and introduction, growth, maturity and decline. 4 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. ഓരോ സ്റ്റേജസിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ സ്റ്റേജസുകൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു മാർക്കറ്റർ എന്ന രീതിയിൽ. The following types of marketing mix or marketing strategies are usually adopted in the different stages of PLC. PLCയുടെ ഓരോ സ്റ്റേജസിലും നമ്മൾ അതിന്റെ മാർക്കറ്റിംഗ് മിക്സിൽ ചേഞ്ച് വരുത്തുന്നു, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ ചേഞ്ച് വരുത്തുന്നു. അങ്ങനെ നമ്മൾ എന്താണ് സക്സസ്ഫുൾ ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ നിന്ന് ഗ്രോത്തിൽ എത്തുകയും ഗ്രോത്തിൽ നിന്ന് മച്യൂരിറ്റിയിൽ എത്തുകയും മച്യൂരിറ്റിയിൽ നിന്ന് നമ്മൾ മാക്സിമം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഡിക്ലൈനിലോട്ട് പോകും. ഓരോ സ്റ്റേജസിലും ഒരു മാർക്കറ്റർ ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Yes, the how stages of product life cycle relate to the firm marketing objectives and the marketing mix actions. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന മാർക്കറ്റിംഗ് മിക്സും പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളും രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന കോളം ഹെഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മച്യൂരിറ്റി, ഡിക്ലൈൻ. 4 പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ സ്റ്റേജസുകൾ. അതേപോലെ തന്നെ റോയുടെ ഹെഡ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നു. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? മാർക്കറ്റിംഗ് മിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോഡക്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ, പ്രൈസിംഗ്. 4 മിക്സ് നമ്മൾ പഠിച്ചിരുന്നു. പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെയും മാർക്കറ്റിംഗ് മിക്സിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് എന്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് അഥവാ PLCM ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ സ്റ്റേജസിലും ഒരു മാർക്കറ്റർ എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ദെൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ സ്റ്റേജില് പ്രോഡക്റ്റ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? ലിമിറ്റഡ് മോഡൽസ്, ഫ്രീക്വന്റ് ചേഞ്ചസ്. യെസ്, ഒരു മാർക്കറ്റർ എന്താണ്? ഇൻട്രൊഡ്യൂസ് ലിമിറ്റഡ് മോഡൽസ് അറ്റ് ദ സെയിം ടൈം the continuous or frequent modification and changes is needed. അപ്പൊ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഒരു മാർക്കറ്റർ ചെയ്യുന്ന സ്ട്രാറ്റജി എങ്ങനെയാണ്? ലിമിറ്റഡ് മോഡൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം സക്സസ് ആകാം, ഫെയിലിയർ ആകാം. മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളിലെ 80% പ്രോഡക്റ്റുകളും ഫെയിലിയർ ആകാനാണ് ചാൻസ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റഡ് മോഡലുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫ്രീക്വന്റ് ചേഞ്ചസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് മോഡിഫിക്കേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രോഡക്റ്റിൽ എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം നമുക്ക് മനസ്സിലായി. സെക്കൻഡ് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തിലോട്ട് പറയണം? ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? ലിമിറ്റഡ് ഹോൾസെയിൽ, റീറ്റെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇപ്പൊ ലിമിറ്റഡ് ഹോൾസെയിൽ ആൻഡ് ദ റീറ്റെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മുടെ പ്രോഡക്റ്റിന് അക്സെപ്റ്റൻസ് കുറവായിരിക്കും, പ്രത്യേകിച്ച് ഒരു അൺബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് എങ്കിൽ. ആ സിറ്റുവേഷനിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിനെ കിട്ടാൻ, ഹോൾസെയിലേഴ്സിനെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് ഹോൾസെയിലേഴ്സ് ആൻഡ് ലിമിറ്റഡ് റീറ്റെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും. കാരണം എന്താണ്? എന്റെ പ്രോഡക്റ്റ് പുതിയതാണ്. ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ, വെൽ നോൺ ബ്രാൻഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്? ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലാർജ് നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കിട്ടും. നമ്മൾ എന്താണ്? പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ സ്ട്രാറ്റജി മാറി നമ്മൾ പ്രൊമോഷൻ സ്ട്രാറ്റജിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു അവയർനെസ് ആണ്. സ്റ്റിമുലേറ്റ് ദ ഡിമാൻഡ്, സാമ്പിളിംഗ് എക്സെട്ര.
അപ്പൊ നമ്മൾ എന്താണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ആർക്കും അവെയർ അല്ല. അപ്പൊ നമ്മൾ ആ സ്റ്റേജസിൽ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൊവൈഡ് മോർ അവയർനെസ് പ്രോഗ്രാംസ്, മാക്സിമം അവയർനെസ് പ്രോഗ്രാം കൊടുക്കുക, കൺസ്യൂമേഴ്സിന് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു അവയർനെസ് ജനിപ്പിക്കുക. അതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ പ്രൊമോഷൻ സ്ട്രാറ്റജി. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ നമ്മുടെ പ്രൈസിംഗ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? ഹയർ ഓർ റീകൂപ്പ് ഡെവലപ്മെന്റ് കോസ്റ്റ്. ഒന്നെങ്കിൽ നമുക്ക് എന്താണ് പെനട്രേറ്റിംഗ് പ്രൈസിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഹൈ പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. അതായത് സ്കിമ്മിംഗ് പ്രൈസ് സ്ട്രാറ്റജി. അല്ലെങ്കിൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെനട്രേറ്റിംഗ് പ്രൈസിംഗ് സ്ട്രാറ്റജി, കുറഞ്ഞ പ്രൈസിന് നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിനെ നമുക്ക് പെനട്രേറ്റ് ചെയ്തുകൊണ്ട് സെയിൽസ് നേടിയെടുക്കാം, പ്രോഫിറ്റ് നേടിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഒരു മാർക്കറ്റർ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇതൊക്കെ നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ഒരു ചേഞ്ച് ഉണ്ടാകും. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിള് മൂവ് ചെയ്യാൻ തുടങ്ങും. അത് ഗ്രോത്ത് സ്റ്റേജിലോട്ട് എത്തും. ഗ്രോത്ത് സ്റ്റേജിൽ എത്തുമ്പോൾ അവിടെയും എന്താണ്? 4 മാർക്കറ്റിംഗ് മിക്സ് ഉണ്ട്. ആ മാർക്കറ്റ് മിക്സ് സ്ട്രാറ്റജീസ് എഫക്റ്റീവ് ആയിട്ട് ആര് യൂസ് ചെയ്യുന്നു അവർ സക്സസ്ഫുൾ ആകും. എന്തൊക്കെയാണ് അവിടെയും ഉള്ളത്? പ്രോഡക്റ്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, പ്രൈസിംഗ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം. കാരണം എന്റെ പ്രോഡക്റ്റ് എന്തിലോട്ട് എത്തി? ഗ്രോത്ത് സ്റ്റേജിലോട്ട് എത്തി. സോ ഗ്രോത്ത് സ്റ്റേജ് സെക്കൻഡ് വൺ. പ്രോഡക്റ്റ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? മോർ മോഡൽസ്, ഫ്രീക്വന്റ് ചേഞ്ച്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലിമിറ്റഡ് മോഡൽ ആയിരുന്നുവെങ്കിൽ അത് ഗ്രോത്ത് സ്റ്റേജിലോട്ട് എത്തിയപ്പോ എന്റെ പ്രോഡക്റ്റ് സ്ട്രാറ്റജി മാറി, അല്ലെ പ്രോഡക്റ്റ് മിക്സിനകത്ത് ചേഞ്ച് വന്നു. ഇൻട്രൊഡ്യൂസ് മോർ ആൻഡ് മോർ മോഡൽസ് ഓർ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പൊ നാം പുതിയ പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പുതിയ മോഡലുകൾ മാർക്കറ്റിൽ, പുതിയ വേരിയന്റുകൾ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ദ ഫ്രീക്വന്റ് ചേഞ്ചസ് ഈസ് നീഡഡ് ഓർ അപ്ഡേഷൻ ഈസ് നീഡഡ്. അപ്പൊ പുതിയ പുതിയ അപ്ഡേഷൻസ് എനിക്ക് ആവശ്യമാണ്, പുതിയ ചേഞ്ചസ് ആവശ്യമാണ്, പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ എന്റെ പ്രോഡക്റ്റ് മിക്സിൽ ചേഞ്ചസുകൾ വരുത്തേണ്ടതായിട്ട് ഉണ്ട്. ഈ ഗ്രോത്ത് സ്റ്റേജിൽ എത്തുമ്പോൾ എന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലും ചേഞ്ച് വന്നു. കാരണം എന്റെ പ്രോഡക്റ്റിന് അക്സെപ്റ്റൻസ് ഉണ്ടായി, ഡിമാൻഡ് ഉണ്ടായി, സെയിൽ ഉണ്ടായി. അതുകൊണ്ടാണ് എന്റെ പ്രോഡക്റ്റ് ഗ്രോത്ത് സ്റ്റേജിലോട്ട് എത്തിയത്. സോ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എങ്ങനെയായി? എക്സ്പാൻഡഡ്. അത് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡഡ് ഡീലേഴ്സ്, ദ ലോങ് ടൈം റിലേഷൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തി? ലാർജ് നമ്പർ ഓഫ് ഹോൾസെയിലേഴ്സ് ആൻഡ് ദ ലാർജ് നമ്പർ ഓഫ് റീറ്റെയിലേഴ്സ് ആർ അവൈലബിൾ. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ത് ചെയ്തു? എന്റെ ഇൻക്രീസ് ചെയ്തു, മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ ചാനലിലോട്ട് എത്തി. അതിന്റെ പ്രൊമോഷൻ സ്ട്രാറ്റജി വന്നപ്പോൾ അടുത്ത എന്തായി? ദ അഗ്രസീവ് ആഡ്, സ്റ്റിമുലേറ്റ് ഡിമാൻഡ്. അവയർനെസ് മാറി, കൺസ്യൂമേഴ്സ് ആർ വെൽ അവെയർ അബൌട്ട് മൈ പ്രോഡക്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? എന്റെ പ്രോഡക്റ്റ് ഗ്രോത്തിലെത്തിയപ്പോൾ ഞാൻ എന്തായി? അഗ്രസീവ് അഡ്വർടൈസ്മെന്റ് ആയി, അല്ലെ സ്റ്റിമുലേറ്റ് ഡിമാൻഡ്, ഡിമാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. എന്റെ പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ ചേഞ്ചസ് വന്നു. യെസ്, പ്രൈസ് എങ്ങനെയായി? ഫാൾ ആസ് റിസൾട്ട് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് ദ എഫിഷ്യന്റ് പ്രൊഡക്ഷൻ. എന്റെ പ്രൈസ് ഞാൻ റെഡ്യൂസ് ചെയ്തു, അതൊരു സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു. കാര്യം എന്താണ്? കോമ്പറ്റീഷൻ. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ലിറ്റിൽ ഓർ നോ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു. പക്ഷെ ഇത് ഗ്രോത്ത് സ്റ്റേജിലോട്ട് എത്തിയപ്പോഴത്തേക്ക് യെസ്, ന്യൂ കോമ്പറ്റീറ്റേഴ്സ് ആർ എൻറ്റർ ഇൻ ദ മാർക്കറ്റ്. പുതിയ പുതിയ കോമ്പറ്റീറ്റേഴ്സ് എനിക്ക് മാർക്കറ്റിൽ എൻറ്റർ ചെയ്തു വന്നു. സ്വാഭാവികമായിട്ടും എനിക്ക് എന്താണ്? പ്രൈസ് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗിലോട്ട് കൊണ്ടുവരേണ്ട വന്നു. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എനിക്ക് പ്രൈസിംഗ് സ്കിമ്മിംഗ് പ്രൈസിംഗോ പെനട്രേറ്റിംഗ് പ്രൈസിംഗോ അല്ലെങ്കിൽ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗോ ഡിഫറെന്റ് എന്നാണ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് എനിക്ക് അഡോപ്റ്റ് ചെയ്യാമായിരുന്നു. കാരണം ബിക്കോസ് there is no competitors or little competitors. പക്ഷെ സെയിം പ്രോഡക്റ്റ് ഗ്രോത്ത് സ്റ്റേജിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? യെസ്, കോമ്പറ്റീറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തു. പ്രൈസ് സ്വാഭാവികമായിട്ടും സ്റ്റെബിലൈസ് ചെയ്ത് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് പ്രൈസിംഗിലോട്ട് എത്തി. പിന്നെ അതോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചു? എഫിഷ്യന്റ് പ്രൊഡക്ഷൻ. എഫിഷ്യന്റ് പ്രൊഡക്ഷൻ എന്താണ്? ഹെൽപ് ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ്. എഫിഷ്യന്റ് പ്രൊഡക്ഷൻ നടന്നു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഫക്റ്റീവ് ആയപ്പോൾ സ്വാഭാവികമായിട്ടും പെർ യൂണിറ്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തു, സ്വാഭാവികമായിട്ടും പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ഇതാണ് നമ്മൾ ഗ്രോത്ത് സ്റ്റേജിൽ അഡോപ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജീസ് ഓർ ആക്ഷൻസ്. ഇതേ പ്രോഡക്റ്റ് എവിടെ എത്തി? മച്യൂരിറ്റി സ്റ്റേജിൽ എത്തി. അവിടെയും പ്രോഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷൻ സ്ട്രാറ്റജി ആൻഡ് ദ പ്രൈസിംഗ് സ്ട്രാറ്റജി. 4 സ്ട്രാറ്റജീസ് ഉണ്ട്. മച്യൂരിറ്റി സ്റ്റേജിൽ പ്രോഡക്റ്റ് സ്ട്രാറ്റജി എങ്ങനെയാണ്? ദ ലാർജ് നമ്പർ ഓഫ് മോഡൽ. സാറ്റുറേഷൻ സ്റ്റേജ് ആണ്. ഇറ്റ്സ് എ ലോങ് ലാസ്റ്റിംഗ് സ്റ്റേജ്. എല്ലാ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അതിന്റെ ലോങ് ലാസ്റ്റിംഗ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ അതിന്റെ സാറ്റുറേഷൻ സ്റ്റേജ് ആണ്. അവിടെ എന്തുണ്ട്? ലാർജ് നമ്പർ ഓഫ് മോഡൽസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്.
കാരണം എന്റെ പ്രോഡക്റ്റ് വെൽ അവെയർ ആണ്, മാർക്കറ്റില് ഹൈ ഡിമാൻഡ് പ്രോഡക്റ്റ് ആണ്. സോ കൺസ്യൂമേഴ്സിന്റെ അക്സെപ്റ്റൻസ് ധാരാളമുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്തു, ആ പോസിബിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് മോഡൽസ് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ തുടങ്ങിയെടുത്ത് നോക്കുക, ലിമിറ്റഡ് മോഡൽ ആയിരുന്നു, അല്ലെങ്കിൽ 1 or 2 മോഡൽസ് സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് ഗ്രോത്തിൽ എത്തിയപ്പോൾ ഞാൻ എന്താണ്, മോർ മോഡൽസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. ദെൻ മച്യൂരിറ്റി സ്റ്റേജിൽ എത്തിയപ്പോഴത്തേക്ക് ലാർജ് നമ്പർ ഓഫ് മോഡൽസ്, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ മോഡലുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് ഏറ്റവും ബെസ്റ്റ് എന്താണ് ആഡ് ഓൺ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിച്ചു. അപ്ഡേറ്റഡ് മോഡൽസ് കൊണ്ടുവരാൻ തുടങ്ങി. യെസ്, അപ്പൊ മച്യൂരിറ്റി സ്റ്റേജിൽ എന്റെ പ്രോഡക്റ്റ് മിക്സിനകത്ത് ചേഞ്ചസ് വരുത്തി. അതേ പ്രോഡക്റ്റ് മച്യൂരിറ്റി സ്റ്റേജിൽ എത്തിയപ്പോ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നോക്കുക, എക്സ്റ്റെൻസീവ്, മാർജിൻ ഡ്രോപ്പ്, ഷെൽഫ് സ്പേസ്. അപ്പൊ അവിടെ എന്താണ്, മാക്സിമം ആണ് എനിക്ക് കൊടുക്കാവുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനലിന്റെ മാക്സിമം, അതിന്റെ എക്സ്ട്രീമിലെത്തി. മാക്സിമം ഷെൽഫ് സ്പേസ് എനിക്ക് കിട്ടി. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എനിക്ക് ലിമിറ്റഡ് ഹോൾസെയിൽ അല്ല റീറ്റെയിലേഴ്സ് ഉണ്ടായിരുന്നിടത്തുനിന്ന് എന്റെ പ്രോഡക്റ്റ് എല്ലാ സ്ഥലങ്ങളിലും സുലഭമായി എത്താൻ തുടങ്ങി. മാക്സിമം ഷെൽഫ് സ്പേസ്, അത് ചെറിയ റീറ്റെയിൽ ഷോപ്പ് മുതൽ സൂപ്പർ മാർക്കറ്റ് മുതൽ എന്താണ് മോളുകൾ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്റെ പ്രോഡക്റ്റിന് ഷെൽഫ് സ്പേസ് ഉണ്ടായി. സോ ദ മച്യൂരിറ്റി സ്റ്റേജ് എത്തി. ഇപ്പൊ എന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ് ആയി, ഏറ്റവും പീക്കിലെത്തി. ദെൻ പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ ഞാൻ എന്ത് ചേഞ്ച് വരുത്തി, ദ അഡ്വർടൈസ്മെന്റ്, പ്രൊമോട്ട് ഹെവിലി. The heavy advertisement and promotion strategies are adopted in this stage. Maturity stage എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹെവി അഡ്വർടൈസ്മെന്റ് കൊടുത്തു. കാരണം അതിന്റെ ഏറ്റവും പീക്കിലെത്തി നിൽക്കുകയാണ് നമ്മൾ. ഇവിടുന്ന് മാക്സിമം സെയിൽസ് ഉണ്ടാക്കുക, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഇത് കഴിഞ്ഞാൽ എന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിക്ലൈൻ ആണ്. സോ മാക്സിമം അഡ്വർടൈസ്മെന്റ്, മാക്സിമം പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആർ പ്രൊവൈഡഡ് ഇൻ ദിസ് സ്റ്റേജ്. അടുത്ത പ്രൈസിംഗ് സ്ട്രാറ്റജിയിലോട്ട് വന്നു. മച്യൂരിറ്റി സ്റ്റേജിൽ എന്ത് പ്രൈസിംഗ് സ്ട്രാറ്റജി കൊണ്ടുവന്നു? യെസ്, യൂഷ്വലി പ്രൈസ് ഫോൾ. നോർമലി പ്രൈസ് എങ്ങോട്ട് വരും, ഏറ്റവും ലോവറിലോട്ട് എത്തും. അല്ലെങ്കിൽ പ്രൈസ് എന്നാണ് കമ്പാരിറ്റീവ്ലി ഗ്രോത്ത് സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഫോൾ ആകും. പല റീസൺ കൊണ്ടാകാം. കാരണം കോമ്പറ്റീഷൻ അതിന്റെ ഏറ്റവും പീക്കിലെത്തി. ഗ്രോത്ത് സ്റ്റേജിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കോമ്പറ്റീഷൻ മച്യൂരിറ്റി സ്റ്റേജിലെത്തി. സ്വാഭാവികമായിട്ടും പ്രൈസ് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പുതിയ പുതിയ മോഡലുകൾ അല്ലെ മറ്റു പ്രോഡക്റ്റുകൾ, കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റുകൾ അവരുടെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നിന്ന് കയറി വരാൻ തുടങ്ങി. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള, ലേറ്റസ്റ്റ് ഫീച്ചേഴ്സുകളുള്ള പുതിയ മോഡലുകൾ എന്ത് ചെയ്തു, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നിന്ന് മാർക്കറ്റിലോട്ട് എത്തി തുടങ്ങി. ഇൻട്രൊഡക്ഷനിലും ഗ്രോത്തിലും ഒക്കെ ഉണ്ട്. അപ്പം എന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് സ്വാഭാവികമായിട്ടും റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പ്രൈസ് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്യും. നമ്മുടെ ചുറ്റുപാടുള്ള പ്രോഡക്റ്റുകൾ എടുത്ത് നോക്കിയാൽ മതി. അതിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലുള്ള പ്രൈസ് അതിന് 2 വർഷം 3 വർഷം കഴിയുമ്പോൾ കാണില്ല പല പ്രോഡക്റ്റുകൾക്കും. എക്സ്പെഷ്യലി മൊബൈൽ ഫോണിന്റെ കേസുകളൊക്കെ എടുത്താൽ നിങ്ങൾക്ക് അറിയാം. കാര്യം എന്താണ്, പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അറ്റ് ദ സെയിം ടൈം എന്താണ് ഇൻട്രൊഡക്ഷൻ നടക്കുന്നു, ഗ്രോത്ത് നടക്കുന്നു. അപ്പം പ്രീവിയസ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റുകൾ അതിന്റെ മച്യൂരിറ്റിയിലെത്തി, അതിന് പ്രൈസ് സ്വാഭാവികമായിട്ടും റെഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിനകത്ത് ചേഞ്ച് വരുത്തി. ദ ലാസ്റ്റ് സ്റ്റേജ് ഡിക്ലൈൻ സ്റ്റേജ് ആണ്. ഡിക്ലൈൻ സ്റ്റേജിൽ എന്ത് സംഭവിച്ചു, പ്രോഡക്റ്റ് സ്ട്രാറ്റജിക്കകത്ത് യെസ്, എലിമിനേറ്റ് അൺപ്രോഫിറ്റബിൾ മോഡൽസ്. കഴിഞ്ഞ 3 സ്റ്റേജസിലും നമ്മൾ പ്രോഡക്റ്റ് സ്ട്രാറ്റജിക്കകത്ത് ഒരു പോസിറ്റീവ് ട്രെൻഡ് ആണ് കാണിച്ചതെങ്കിൽ ലിമിറ്റഡ് മോഡലിൽ നിന്ന് മോർ മോഡലിലെത്തി, മോർ മോഡലിൽ നിന്ന് ലാർജ് നമ്പർ ഓഫ് മോഡൽസിലോട്ട് എത്തി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, കോൺട്രാക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ലൈൻ അല്ലെ കോൺട്രാക്ഷൻ ഓഫ് പ്രോഡക്റ്റ്, ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ആണ് നടത്തുന്നത്. എലിമിനേഷൻ ഓഫ് അൺപ്രോഫിറ്റബിൾ മോഡൽസ്. കാരണം ഡിക്ലൈൻ സ്റ്റേജിലാണ്, എന്റെ പ്രോഫിറ്റ് ഡിക്ലൈനിലോട്ട് എത്തി, ഡിമാൻഡ് ഡിക്ലൈൻ സ്റ്റേജ് കാണിച്ചു. ദെൻ എന്റെ സെയിൽസ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഡ്രോപ്സ് ആയിട്ട് മാറി. ഇപ്പൊ ഇത് സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, അൺപ്രോഫിറ്റബിൾ മോഡലുകൾ ഞാൻ എലിമിനേറ്റ് ചെയ്തു. സോ എന്റെ പ്രോഡക്റ്റ് സ്ട്രാറ്റജി ചേഞ്ച് വരുത്തി. ഡിക്ലൈൻ സ്റ്റേജില് എലിമിനേറ്റ് അൺപ്രോഫിറ്റബിൾ മോഡൽസ്. ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഫേസ് ഔട്ട് അൺപ്രോഫിറ്റബിൾ ഔട്ട്ലെറ്റ്. ഡിസ്ട്രിബ്യൂഷൻ ചാനലിനകത്ത് നമുക്ക് ഒരു പോസിറ്റീവ് ട്രെൻഡ് ആണ് കഴിഞ്ഞ 3 സ്റ്റേജസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ലിമിറ്റഡിൽ നിന്ന് എക്സ്പാൻഡഡ് ആയി അതിന് എക്സ്റ്റെൻസീവിലോട്ട് എത്തി. അത് ഡിക്ലൈൻ സ്റ്റേജിൽ എത്തിയപ്പോൾ നമ്മൾ പല ഔട്ട്ലെറ്റുകളും പല റീറ്റെയിൽ ഷോപ്പുകളും നമ്മൾ ഫേസ് ഔട്ട് ചെയ്തു. കാരണം അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റുകളെല്ലാം നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ ക്ലോസ് ചെയ്തു. നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് പ്രൊമോഷൻ സ്ട്രാറ്റജിയിലും അഫക്ട് ചെയ്തു. പ്രൊമോഷൻ സ്ട്രാറ്റജി ഡിക്ലൈൻ സ്റ്റേജിൽ എത്തിയപ്പോൾ എന്താണ്, ഫേസ് ഔട്ട് പ്രൊമോഷൻ. അൺനെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്തായി, ഫേസ് ഔട്ട് ആയി മാറി. പ്രൊമോഷൻ സ്ട്രാറ്റജി നമ്മൾ ഒഴിവാക്കി തുടങ്ങി.
പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദ പ്രൈസ് സ്റ്റെബിലൈസ് അറ്റ് ലോ ലെവൽ, ഏറ്റവും താഴത്തെ ലെവലിലെത്തി. എനിക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടിയാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഡിക്ലൈൻ സ്റ്റേജിന്റെ ഒരു സിംറ്റം തന്നെയാണല്ലോ, ഒരു ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. ഇൻ ഡിക്ലൈൻ സ്റ്റേജ് ദ ലാർജ് നമ്പർ ഓഫ് അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇൻവെന്ററീസ് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, പ്രൈസ് സ്റ്റെബിലൈസ് അറ്റ് ലോ ലെവൽ, ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഞാൻ പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് തുടങ്ങി. സോ അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മുടെ മാർക്കറ്റിംഗ് മിക്സ് ആക്ഷൻസ് അല്ലെ PLC, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റിൽ ഒരു മാർക്കറ്റർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ രണ്ട് ഫാക്ടേഴ്സിനെ തമ്മിലാണ് നമ്മൾ കമ്പൈൻ ചെയ്യാൻ ശ്രമിച്ചത്. ഒന്ന് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളും, സെക്കൻഡ് വണ് മാർക്കറ്റിംഗ് മിക്സും തമ്മിലാണ് കമ്പൈൻ ചെയ്തത്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. അത് ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മച്യൂരിറ്റി, അതിന് ഡിക്ലൈനിലോട്ട് എത്തുന്ന സ്റ്റേജസ് ആണ്. ഓരോ സ്റ്റേജസിലും ഒരു മാർക്കറ്റർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജീസ് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. ഡിപ്പെൻസ് അപ്പോൺ പ്രോഡക്റ്റ് ഇതിൽ വേരിയേഷൻസ് ഉണ്ടായേക്കാം. എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട PLCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിലും ഒരു മാർക്കറ്റർ എന്ന രീതിയിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളും മാർക്കറ്റിംഗ് മിക്സും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് എന്താണ് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.